has drawn this picture. 5 questions ആണ് തന്നിരുന്നത്. നമ്മൾ 3 questions കണ്ടു. 4ാമത്തെ ചോദ്യം എങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാം? ക്വസ്റ്റ്യൻ എന്താണ്? ഹാസ് ഡ്രോൺ ദിസ് പിക്ചർ. തൊട്ട് മുൻപിൽ പരിചയപ്പെട്ട അതേ ടെൻസ് രൂപം ആണോ? തൊട്ട് മുൻപിൽ കണ്ടത് എന്താ? ഹാവ് സോൾഡ് എന്നായിരുന്നു. അതിന്റെ ടെൻസ് രൂപം എന്താ? പ്രസന്റ് പെർഫെക്റ്റ്. ഇവിടെയും എന്ത് തന്നെ? ഹാസ് ഡ്രോൺ. ഹാസ് ഡ്രോൺ എന്ത് ടെൻസ് അപ്പോൾ? പ്രസന്റ് പെർഫെക്റ്റ്. അപ്പൊ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല അല്ലേ? തൊട്ട് മുൻപിലത്തെ സെന്റൻസ് വോയിസ് ചേഞ്ച് ചെയ്ത് എങ്ങനെയെന്ന് ശരിക്കും മനസ്സിലാക്കിയവർക്ക് ഇത് മനസ്സിലാക്കാൻ എഴുതുവാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. 1 മാർക്ക് കൃത്യമായി ലഭിക്കും. സ്കൂൾ പാഠ്യപദ്ധതി മാത്രമല്ല, നിങ്ങൾ ഉയർന്ന് വലിയ ആളുകളൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും? കോമ്പറ്റിറ്റീവ് പരീക്ഷകളിൽ നിങ്ങൾക്ക് ഇത് എഴുതാൻ പറ്റും. ഇപ്പൊ കണ്ടല്ലോ IASന്റെ റിസൾട്ടൊക്കെ വന്നപ്പോൾ ഗേൾസ് അല്ലേ മുന്നേറി. അഭിമാനമല്ലേ? നമ്മള് കേരളീയരുണ്ട്, തിരുവനന്തപുരത്ത് മലയാളിയുണ്ട്, തിരുവനന്തപുരത്തുകാരുണ്ട്, ഇല്ലേ? അതേപോലെ പറഞ്ഞ എല്ലാവരും എന്താ? അതിന് എൻ്റെ ക്ലാസ് എല്ലാവരും കേൾക്കണം. പോസിറ്റീവായ എനർജിയോട് കൂടി ക്ലാസ്സിൽ ഇരിക്കണം. പറഞ്ഞ മനസ്സിലായി? ഓക്കെ, ഇത് ആൻസർ ചെയ്യാൻ എങ്ങനെയെന്നാ നോക്കൂ. അപ്പോൾ ഇവിടുത്തെ ടെൻസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞത് ഹാസ് ഡ്രോൺ. എന്ത് ടെൻസ് ആണെന്ന് പറഞ്ഞു? പ്രസന്റ് പെർഫെക്റ്റ്. എന്താണ് ഇവിടെ? ഹാസ് ഡ്രോൺ വരച്ചു. എന്താ വരച്ചത്? ദിസ് പിക്ചർ, ഈ ചിത്രം. അപ്പൊ എന്ത് വരച്ചു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കിട്ടിയ ഉത്തരം എന്താ? ദിസ് പിക്ചർ. അതാണ് ഇവിടുത്തെ ഓബ്ജക്റ്റ് ആണല്ലോ. അപ്പൊ എങ്ങനെ ആൻസർ എഴുതും? ആ ഓബ്ജക്റ്റ് ആരംഭിച്ചു. ദിസ് പിക്ചർ എന്ന് പറയുന്ന ഈ ഓബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? ഇത് ദിസ് പിക്ചർ, ഈ ചിത്രം ഏകവചനമാണോ ബഹുവചനമാണോ? പറയും. ഏകവചനം, സിംഗുലർ. അതിനാൽ അടുത്ത് വരുന്ന വെർബും സിംഗുലർ ആയിരിക്കണം. ഇവിടെ എന്താ കാണപ്പെടുന്നത്? ഹാസ് ഡ്രോൺ പെർഫെക്റ്റ്. അതിനാൽ പെർഫെക്റ്റ് വോയിസ് ചേഞ്ച് ചെയ്യുന്നത് ഹാസ് ബീൻ, ഹാവ് ബീൻ ഉപയോഗിക്കണം. നമുക്കിവിടെ ഹാസ് ബീൻ എന്നാണോ ഹവ് ബീൻ എന്നാണോ ഉപയോഗിക്കേണ്ടത്? ഹാസ് ബീൻ. എന്താ കാരണം? ആദിത്യൻ പറയും എന്താ കാരണം? ഇവിടുത്തെ ഈ ഓബ്ജക്റ്റ് ഇപ്പോൾ എന്താ? സബ്ജക്ട് സ്ഥാനത്തുള്ള ഈ ഓബ്ജക്റ്റ് ഇപ്പോൾ ഇത് സിംഗുലർ ആണോ? അതുകൊണ്ട് ഇവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ഹാസ് ബീൻ. എന്ത് ഉപയോഗിക്കും? ഹാസ് ബീൻ. എന്താ? ഹാസ് ബീൻ. അടുത്ത വെർബ് ഏതാ? ഇവിടെ ഉള്ള വെർബ് ഏതാ? ഡ്രോൺ. ഏത് വെർബിന്റെ ഏത് രൂപമാണെന്ന് മനസ്സിലായല്ലോ? ഡ്രോ. ഡ്രോ. അതിന്റെ സെക്കൻഡ് ഫോം ഏതാ? ഡ്രൂ. ഡ്രൂ. തേർഡ് ഫോം ഏതാ? ഡ്രോൺ. നമുക്ക് വോയിസ് ചേഞ്ച് ചെയ്യുമ്പോൾ വരുന്ന വെർബ് എന്തായിരിക്കണം? വെർബിന്റെ തേർഡ് ഫോം ആയിരിക്കണം. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ത് വരും? ഡ്രോൺ. വെർബ് ഏതാ വരുടെ? ഡ്രോൺ. ഹാസ് ബീൻ ഡ്രോൺ. ഇവിടെ ആരേ ഉള്ളൂ? മൈ കസിൻ. അവിടെ നമ്മൾ എന്ത് ചേർക്കണം? ബൈ ഏജന്റ്. ബൈ മൈ കസിൻ. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ? നന്നായി മനസ്സിലായോ? ഓക്കെ, താങ്ക് യു.